അവഗണനയുടെ, അനാസ്ഥയുടെ, മനുഷ്യത്വമില്ലായ്മയുടെ ഒരു വലിയ ഇരയായി അർജുൻ മാറിയിരിക്കുകയാണ്. മണ്ണിനടിയിൽ എവിടെയോ അർജുൻ കാത്തു നിൽക്കുന്നുണ്ടാകാം. ആ പ്രതീക്ഷയുടെ എല്ലാ കിരണങ്ങളും അവസാനിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ രീതിയിലാണ് അവരുടെ രക്ഷാപ്രവർത്തനം അവർ അവിടെ നടത്തുന്നത്. അതിന് ഇനി രക്ഷാപ്രവർത്തനം എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. അവരുടെ ഒരു വഴിപാട് കഴിക്കൽ മാത്രമാണത്. രാവിലെ സർക്കാർ ജീവനക്കാർ വരുന്നത് പോലെ വരുന്നു, വൈകുന്നേരം പൊടിയും തട്ടി തിരിച്ചു പോകുന്നു. അതിനിടയിൽ സൈന്യവും വന്നുപോയി. സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ആവശ്യകതയാണ് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ വേണ്ടത്. പക്ഷേ സാധാരണ പട്ടാളക്കാരാണ് വന്നത് എന്നാണ് മനാഫും ഒപ്പം തന്നെ രഞ്ജിത്തും അടക്കമുള്ളവർ പറയുന്നത്. ആ രഞ്ജിത്തിനെ ഒന്നും അകത്തേക്ക് കയറ്റിവിടാൻ പോലും സമ്മതിക്കുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരെ 3 കിലോമീറ്റർ അപ്പുറം വടം കെട്ടി ബാരിക്കേഡ് വെച്ച് തടയുന്നു, എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു. കർണാടക സർക്കാർ ഇത് ആരോടാണ് നിങ്ങൾക്ക് പ്രതിപത്തി? ഒരു മനുഷ്യജീവനോട് നിങ്ങൾക്ക് ഇത്രയും മാത്രമേ വിലയുള്ളൂ എന്ന് ഞങ്ങൾ എത്രയോ വട്ടം ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നു, ഞങ്ങളുടെ നേതൃത്വം എല്ലാം ഇടപെടുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ മറുപടി നൽകാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു ജീവനോട് നിങ്ങൾ പരിഗണന കൊടുക്കുന്നത് എന്ന് കേരളം എല്ലാ കാലത്തും നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. കർണാടക സർക്കാരിനോട്, കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിനോട്. രാഹുൽ ഗാന്ധി ഒന്നും ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടതായി നമുക്കറിയാൻ കഴിയില്ല. ഒരു ഫോൺ കോളിൻ്റെ ദൂരത്തിൽ അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയോ എത്ര കാര്യങ്ങളുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. പ്രതീക്ഷകൾ ഏറ്റവും മോശം ഘട്ടത്തിൽ നിൽക്കുന്നു. പറയുമ്പോൾ പോലും നമുക്കടക്കം സങ്കടം വരുന്നുണ്ട്. കാരണം അത്രയധികം ദിവസം നമ്മൾ അർജുന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സന്തോഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഷിരൂരിൽ നിന്ന് തന്നെ. കാരണം അവിടെ തെരച്ചിൽ, സന്തോഷ്, ഇന്നിപ്പോൾ നേവി എത്തി ഈ പുഴയിൽ, ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തുമെന്നാണ് അവർ പറയുന്നത്. കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. തെരച്ചിൽ നടത്തിയതിനു ശേഷം മാത്രം വിശ്വസിക്കാമെന്നാണ് നിലപാട്. കാരണം എല്ലാ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നിരാശയും മാത്രം ബാക്കിയാകുന്നു. തീർച്ചയായും മനു, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള മാർഗം പോലുമില്ല. അവിടെ തിരച്ചിൽ ആരംഭിച്ചോ എന്നുള്ള കാര്യം പോലും അറിയാൻ മാർഗമില്ല. ഇതിപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് ബാരിക്കേഡുകൾ വെച്ച് ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും തടഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു നദിയുടെ മറുഭാഗത്ത് ഒരു 10-12 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോയാൽ നദിയുടെ മറുഭാഗത്ത് കഴിയും. അവിടെ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അവിടെ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടക പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. കടത്തിവിടുമോ എന്നറിയില്ല. കാരണം അവർ അത്തരത്തിൽ നിസ്സംഗമായൊരു സമീപനമാണ് നമ്മളോടൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. സിജു, ഡിവൈഎഫ്ഐ നേതൃത്വം, സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. കർണാടക പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. അവർ അകത്തേക്ക് കയറ്റിവിടുമോ എന്ന് എനിക്ക് അറിയില്ല. അവർ മറ്റാരെയോ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. സിജു, വസീഫാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അകത്തേക്ക് മാധ്യമങ്ങളെ ശ്രദ്ധിച്ച 4 കിലോമീറ്റർ തടഞ്ഞിടും. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ഒരു പ്രത്യേക കലാപാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അവിടെ ഇപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അകത്തേക്ക് കടന്നു പോകാൻ കഴിയുമോ എന്നാണ് തേടുന്നത്. പക്ഷേ അവരത് അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസീഫോ മറ്റാരെയോ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ രക്ഷാപ്രവർത്തകരെ അടക്കം അവിടെ തടഞ്ഞപ്പോൾ പിന്നീട് സംസ്ഥാന സർക്കാർ ഇടപെട്ട് വളരെ വേഗത്തിൽ അവരെ അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കർണാടക ഗവൺമെൻറ് അവരുടെ തനിനിറം കാണിച്ചു. നമ്മുടെ ആളുകളെ തടയുന്നു. മർദ്ദനമേൽക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, സിജു പറഞ്ഞത് എനിക്ക് അത്ര വ്യക്തത ഉണ്ടായിരുന്നില്ല. സന്തോഷം എന്ന് വേഗത്തിൽ പറയുമോ? വസീഫ് അവരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവർ അകത്തേക്ക് കയറ്റിവിടാൻ തയ്യാറാകുന്നില്ല കർണാടക പോലീസ്.
തീർച്ചയായും മനു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സാധാരണ എല്ലാവരെയും തടഞ്ഞ സ്ഥലത്ത് തന്നെ പോലീസ് ഇപ്പോൾ വസീഫിനെയും അകത്തേക്ക് കടന്നു പോകാൻ അനുവദിച്ചിട്ടില്ല. എങ്കിലും അത്തരത്തിൽ മറ്റ് ബന്ധപ്പെടലുകൾ നടത്തി അവിടേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വസീഫ് ശ്രമിക്കുന്നത്. ഏതായാലും ഇത് കേരളത്തിൽ നിന്നുള്ള ആരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കർണാടക ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം കൂടുതൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ആദ്യ ദിവസങ്ങളിൽ ഈ തിരച്ചിൽ ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. പിന്നീട് നിയന്ത്രണം ഏർപ്പെടുത്തി. മറ്റൊരു ഭാഗത്ത്, അതായത് ഏതാണ്ട് 1 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകരെ തടയുന്ന സാഹചര്യമുണ്ടായി. മലയാളി സന്നദ്ധ പ്രവർത്തകരെ തടയുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ തിരച്ചിൽ 8ാം ദിവസം എത്തുമ്പോൾ വളരെ ദൂരെയാണുള്ളത്. അതായത് ഈ തിരച്ചിൽ നടക്കുന്ന, അപകടം നടന്ന പ്രദേശത്തിന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് 4 കിലോമീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലത്താണ് ബാരിക്കേഡ് വെച്ച് ഇവിടെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും എല്ലാം തന്നെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വസീഫിനോട് ഇവിടെ ഇന്ന് ഈ മലയാളി സന്നദ്ധ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഒന്നും അങ്ങോട്ടേക്ക് കടത്തിവിടാത്ത സാഹചര്യമാണുള്ളത്. അതാണ് ഇവർ ഓരോ ദിവസം കഴിയുന്തോറും എന്താണ് ഈ കർണാടക ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പോലും വ്യക്തമല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ രഞ്ജിത്തിനെയൊക്കെ പുറത്ത് നിർത്തേണ്ട ഒരു കാര്യമില്ല, അകത്ത് കയറ്റാവുന്നതേ ഉള്ളൂ. ആ തുടക്കത്തിൽ നിന്നും കുറേ മണ്ണൊക്കെ മാറി കുറച്ചുകൂടിയും അവിടെയൊക്കെ വന്ന് നിൽക്കാനൊക്കെയുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് താനും. അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ ഇവരെന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇടപെടുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അങ്ങനെ സംസാരിക്കാൻ നമ്മൾ ആളുമല്ല. പക്ഷേ ഇന്നെന്തോ ഇവരൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇടപെടുന്ന പോലെ തോന്നുന്നു. ഞങ്ങളേതായാലും അതെ, നമ്മളിതുവരെ അതെ, രഞ്ജിത്ത് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കേരളത്തിലെ ഗവൺമെൻറ്റുമായിട്ട് ഒന്നുകൂടി സംസാരിച്ച് നോക്കി, മന്ത്രിമാരുമായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ പലരെയും കയറ്റി വിടുന്നതിലുള്ള പ്രയാസം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. അപ്പം നോക്കാം. ഇന്നലെ ഇപ്പോൾ നമുക്കിവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ മനസ്സിലാവുന്ന ഒരു കാര്യം, മലയാളികളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ കന്നഡയിലുള്ള ഇവിടെയുള്ള ചില മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് അനുവദിച്ചിരുന്നു. പക്ഷെ നമുക്ക് അവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. മലയാളികൾ വേണ്ട എന്നുള്ള നിലപാട് തന്നെ. അതെ, ഇവർ ഈ തുടക്കം മുതലേ ഇവർ ആദ്യത്തെ 1, 2, 3, 4 ദിവസം ഈ പ്രവർത്തനം തന്നെ ആർക്കും സംതൃപ്തി ഇല്ലാത്ത തരത്തിലായിരുന്നു അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ. പിന്നെ കേരളത്തിൽ നിന്നും ഉള്ള ഇടപെടലും അതോടൊപ്പം മീഡിയ ഇടപെടലും ഒക്കെ വന്നതിന് ശേഷമുള്ള ഒരു അലേർട്ടാണ്. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും വന്നിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ബുദ്ധിമുട്ടായി തന്നെയാണ് അവർ കാണുന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിലെ അലംഭാവം പുറം ലോകം അറിയുന്നതിലുള്ള പ്രയാസമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ബാക്കി കേരള ഗവൺമെൻറ്റിനെ കൂടി ബന്ധപ്പെടുത്തി ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഇടപെട്ട് നോക്കാം. ഈ കേരള സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് അല്പമെങ്കിലും ഇതിനൊരു പുരോഗതി ഉണ്ടായത്. ഇന്നിപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ശ്രമം ഉണ്ടാവും. ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലിൻഡോ ജോസഫ് MLA-യും അതോടൊപ്പം തന്നെ സച്ചിൻ ദേവ് MLA-യും DYFI ഭാഗം കൂടിയാണ്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ വരുന്നുണ്ട്, ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. അപ്പോൾ ഒന്നുകൂടി ഞങ്ങളതിന് വേണ്ട ഇടപെടലുകൾ നടത്തും. ഏതായാലും വസീഫ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, അദ്ദേഹം പറഞ്ഞത് കൂടുതൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ തുടർച്ചയായി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വസീഫ് സൂചിപ്പിക്കുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ തുടക്കത്തിൽ വലിയ അലംഭാവം ഈ തിരച്ചിലിൻ്റെ കാര്യത്തിൽ കർണാടകയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പിന്നീട് കേരളത്തിൽ നിന്നെല്ലാമുള്ള ഇടപെടൽ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദവും ഇടപെടലും ഉണ്ടായതിനെ തുടർന്നാണ് കുറച്ചെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ വളരെ സജീവമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായതോടുകൂടിയാണ് കർണാടക ഈ തിരച്ചിലിന് അല്പമെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എങ്കിലും അത് നിരാശ സമ്മാനിക്കുന്ന തിരച്ചിൽ എന്ന് മാത്രമേ അതിന് പറയാൻ കഴിയൂ. കൃത്യമായ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ തിരച്ചിൽ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടോ, തിരച്ചിൽ തുടങ്ങിയോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല.